നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊർജിത നടപടികളുണ്ടാകുമെന്ന് അരടൻ ഷൌക്കത്ത് എംഎൽഎ. മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി എംഎൽഎയുടെ അധ്യക്ഷതയിൽ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിലെ ആദിവാസി ഊരുകളിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഫലമായി നടപ്പാക്കാനെടുത്ത തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എംഎൽഎ. പോത്തുകൽ വാണിയംപുഴ നഗറിലെ കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിനുള്ള സ്ഥലം ലഭ്യമാക്കും. കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് പുലിമുണ്ട നഗറുകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമിയുടെ രേഖകൾ കൈമാറും. ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഇരുട്ടുകുത്തിപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കി നടന്നുപോകാനുള്ള സൌകര്യം ഏർപ്പെടുത്തും. 2026 മാർച്ച് 31 മുൻപ് പാലം യാഥാർത്ഥ്യമാക്കും. പുഞ്ചക്കൊല്ലി പാലത്തിന് ഭരണാനുമതി ലഭിക്കാനുള്ള നടപടി ഊർജിതമാക്കി. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ആധാർ, റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമാക്കാൻ പ്രത്യേക ക്യാമ്പുകൾ നടത്തും. എടക്കരയിലും കരുളായിലും പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും. കരുളായി ഉൾവനത്തിലെ മാഞ്ചേരിയിലേക്കുള്ള റോഡ് 8 കിലോമീറ്റർ കൂടി ഏറ്റെടുത്ത് നടപ്പാക്കും. നിലമ്പൂർ മണ്ഡലത്തിലെ 200 വീടുകൾക്ക് 2.5 ലക്ഷം രൂപ വീതം അറ്റകുറ്റപ്പണിക്ക് നൽകുന്ന പദ്ധതിയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമം നടത്തും. വന്യമൃഗശല്യം പരിഹരിക്കാൻ വിവിധ പദ്ധതികളുടെ ഫണ്ട് ഉപയോഗിച്ച് 27.73 കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുത തൂക്കുവേലി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടന്നുവരുന്നുണ്ട്. ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ സഹായത്തോടെ വന്യമൃഗശല്യം പൂർണ്ണമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മുണ്ടേരി ഫാമിലെ വീഴാറായ പഴയ ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി ലഭ്യമാക്കും. ആദിവാസി കുട്ടികളുടെ കോളേജ് പഠനത്തിന് സൌകര്യമൊരുക്കാൻ വനംവകുപ്പ്, റവന്യൂ വകുപ്പിന് നിലമ്പൂർ തൃക്കേക്കുത്ത് കൈമാറിയ ഭൂമിയിൽ നിന്നും 50 സെന്റ് ലഭ്യമാക്കും. കരുളായി ഉൾവനത്തിൽ പുഴയ്ക്ക് കുറുകെ പാണപ്പുഴ, കണ്ണിക്കൈ, മാഞ്ചേരി എന്നിവിടങ്ങളിൽ കരിമ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു. ആദിവാസി നഗറുകളിൽ ഐടിഡിപിയുടെ നേതൃത്വത്തിൽ പഠന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും എംഎൽഎ പറഞ്ഞു. 20 കുട്ടികളിലേറെയുള്ള നഗറുകളിലായിരിക്കും പഠന കേന്ദ്രങ്ങൾ തുടങ്ങുക. 20 കുട്ടികളില്ലാത്ത നഗറുകളിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുടെയും ജനമൈത്രി എക്സൈസ് വിഭാഗത്തിന്റെയും സഹകരണത്തോടെയായിരിക്കും പഠന കേന്ദ്രങ്ങൾ തുടങ്ങുക എന്നും എംഎൽഎ പറഞ്ഞു. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ഇപ്പം 4 പദ്ധതികളിൽ പ്രവർത്തനം ഒന്ന് തുടങ്ങുന്നു. RKVY പദ്ധതിയിൽ 27.3 ഏക്കർ സ്ഥലത്ത് ഇത് നടത്തുന്നു. ബാക്കിയുള്ള ഏതൊക്കെയാണ് പോർഷൻ, ഇപ്പം 3 പദ്ധതികൾ, ഒന്ന് നെപ്പാഡിൽ, ഒന്ന് കിഫ്ബിയിൽ, ഒന്ന് RKVY, ഈ 3 പദ്ധതികളിലൂടെയും നടത്തുന്ന സോളാർ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ്, അതില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിച്ച് അവിടെയും പൂർണ്ണമായും ഹാങ്ങിങ് ഫെൻസിങ് നടത്താൻ വേണ്ടി ഉള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടിയുള്ള ധാരണ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പിന്നെ ചെമ്പ്ര കോളനിയിൽ ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, അത് അടിയന്തരമായി ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെടാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വാണിയംപുഴ കോളനിയിലെ ആളുകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം എത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് കോളനികളിൽ താമസിക്കുന്ന, ഊരിൽ താമസിക്കുന്ന, ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾക്ക്, മുഴുവൻ ആളുകൾക്കും ഉടനെ തന്നെ അതിൻ്റെ രേഖ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു. വാണിയംപുഴ ഊരിലേക്കുള്ള പാലത്തിൻ്റെ നിർമ്മാണം അടുത്ത വളരെ വേഗത്തിൽ തന്നെ നടക്കാനുള്ള സൗകര്യം വളരെ വേഗം 3 മാസം കൊണ്ടുണ്ടാക്കും. മാർച്ചോടുകൂടി അതിൻ്റെ പണി പൂർത്തീകരിക്കും എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ പുഞ്ചകൊല്ലി പാലത്തിൻ്റെ AS വേണ്ടിയുള്ള അവസാന സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. AS കിട്ടിയാൽ ഉടനെ ബാക്കിയുള്ള വർക്കുകൾ പൂർത്തീകരിക്കും. ഇതുപോലെ ഉന്നതിയിലേക്ക് ഇത്തരം കാട്ടിൽ നിൽക്കുന്ന, കാടിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉന്നതിയിലേക്കുള്ള റേഷൻ എത്തിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ. ആദിവാസി വീടുകളുടെ നിർമ്മാണം പല സ്ഥലങ്ങളിലും പൂർത്തീകരിക്കാതെ കിടക്കുന്ന കാര്യം എംഎൽഎ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നിർമ്മാണത്തിനാവശ്യമായ മെറ്റീരിയലുകൾ ലഭ്യമാക്കി വീടുകൾ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി കളക്ടർ പറഞ്ഞു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആവശ്യമായ ഫണ്ടില്ലാത്തതിനാൽ രോഗികൾക്ക് യഥാസമയം സാമ്പത്തിക സഹായം വിതരണം ചെയ്യാൻ കഴിയാത്ത കാര്യവും ചർച്ചയായി. ജില്ലാ ആശുപത്രിയിൽ പലപ്പോഴും രോഗികൾക്കൊപ്പം നിൽക്കാൻ ആളില്ലാത്ത സാഹചര്യമുണ്ട്. സന്നദ്ധ സംഘടനയിലെ വോളണ്ടിയർമാരുടെ സേവനം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുന്ന കാര്യവും ചർച്ച ചെയ്തു. ജില്ലാ കളക്ടർ ആർ വിനോദ്, ഡിഎഫ്ഒമാരായ പി ധനേഷ് കുമാർ, ജി ധനിക് ലാൽ, ACF അനീഷ സിദ്ദീഖ്, ITDP പ്രൊജക്ട് ഓഫീസർ പി ഇസ്മായിൽ, നിലമ്പൂർ തഹസിൽദാർ AP സിന്ധു, ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.